മാനേജിംഗ് ട്രസ്റ്റി ബഹുമാനപ്പെട്ട ബോബി അലക്സ് മലമ്പലാക്കിലച്ചൻ, പ്രിൻസിപ്പൽ ഡെന്നോ മാത്യു അച്ഛൻ, വൈസ് പ്രിൻസിപ്പൽ തോമസ് കാരുവള്ളി, ഇളങ്കോയി പള്ളി വികാരി ബഹുമാനപ്പെട്ട മാത്യു പുത്തമ്പറമ്പിലച്ചൻ, PTA പ്രസിഡന്റ് ശ്രീ പ്രഭാത്, വൈസ് പ്രസിഡന്റ് രഞ്ജിനി ജോസിറ്റ്, സ്റ്റാഫ് സെക്രട്ടറി ബിജി ടീച്ചർ, ഹെഡ് ബോയ് കാർത്തിക് ജയേഷ്, ഹെഡ് ഗേൾ ആർദ്ര ലതീഷ്, പ്രിയ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ആദരണീയരായ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, പ്രിയ വൈദികരെ, ഹോളി ഫാമിലി സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായി കടന്നു വന്നിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ളവരെ, 22ാമത് ആനുവൽ ഡേ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് എനിക്കധികം സന്തോഷമുണ്ട്. നമ്മൾ ആനുവൽ ഡേ തന്നെ അല്പം താമസിച്ചാണ് നടത്തുന്നത്. അതോടൊപ്പം ഇന്നത്തെ പ്രോഗ്രാമും അല്പം താമസിച്ചാണെന്ന് നമുക്കറിയാം. ഇന്ന് സ്കൂള് മധ്യവേനൽ അവധി കഴിഞ്ഞ് മധ്യവേനൽ അവധിക്കായി സ്കൂൾ അടയ്ക്കുന്ന ദിവസം കൂടിയാണ്. ഇങ്ങനെ താമസിക്കാനുള്ള ഒരു കാരണം, ഇന്നത്തേത് ശക്തമായ മഴയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് പണിയെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് താമസിച്ച് നടത്തുവാനായിട്ടിടയായത്. ഈ ഒരു ഓപ്പൺ സ്റ്റേജ്, ഇതിൻ്റെ 2 സൈഡിലുമുള്ള 2 റൂമുകൾ പ്ലേ ക്ലാസ് റൂമുകളായി ഭാവിയിലത് AC റൂമായി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് പ്രയോജനപ്രദം ആക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് സഹായിച്ച എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കി തന്ന ജോൺ ജെ കൊച്ചേരി സാറിനെയും, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച കോൺട്രാക്ടർ ഡൊമിനിക് സേവ്യർ, അതിൻ്റെ അടിസ്ഥാനമിട്ട രാജേഷ് പില്ലാന്തനച്ചനെയും, ഏതാണ്ട് 3 മാസം കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം ഇത്രയും ആക്കുവാനായിട്ട് സാധിച്ചു. അതിൽ പങ്കാളികളെ എല്ലാവരെയും, പ്രത്യേകിച്ച് പണിക്കാരെയെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. ആനുവൽ ഡേ നമുക്ക് ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ഇവാലുവേഷൻ ആണ് തീർച്ചയായിട്ടും. അങ്ങനെ നോക്കുമ്പോൾ അക്കാഡമിക് ലെവലിൽ വലിയ വളർച്ച ബഹുമാനപ്പെട്ട ഡെനോച്ചൻ്റെയും ബിനോച്ചൻ്റെയും സ്റ്റാഫ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ അധ്യാപകർ, മാതാപിതാക്കളെ, നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ നടത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാനും നേതൃത്വത്തിലുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അക്കാഡമിക് ലെവലിനോടൊപ്പം സ്പോർട്സ് രംഗങ്ങളിലും വലിയ വിജയം ഈ വർഷം നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നാഷണൽ ലെവലിൽ ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ 5 കുട്ടികൾ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ പങ്കുചേർന്നു. അതുപോലെ തന്നെ സ്കേറ്റിങ്ങിന് സോണൽ ലെവലിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേഷനും കരാട്ടയുടെ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷനും നമുക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് സ്പോർട്സ് രംഗത്തുള്ള വലിയ വളർച്ചയുടെ സന്തോഷകരമായ അനുഭവമാണ്. പങ്കെടുത്ത കുട്ടികളെയും അവരുടെ പേരൻസിനെയും അതുപോലെ ടീച്ചേഴ്സിനെ, പ്രത്യേകിച്ച് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറിനെയും അഭിനന്ദിക്കുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. കുട്ടികളിലെ പരസ്നേഹ പ്രവൃത്തിയുടെ, മറ്റുള്ളവരോടുള്ള കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു വലിയ സൂചനയായിരുന്നു ജീവകാരുണ്യ ഫണ്ട് കളക്ഷൻ. നമ്മുടെ ഈ കഴിഞ്ഞ വർഷം 4,30,000 രൂപയോളം അതിനുവേണ്ടി കളക്ട് ചെയ്യുവാനും ഏതാണ്ട് 2 ലക്ഷം രൂപയോളം അർഹതയുള്ള വ്യക്തികൾക്ക് നൽകുവാനായിട്ടും സാധിച്ചു. അതിനോട് സഹകരിച്ച എല്ലാവരും ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഭൗതിക വളർച്ചയിലും ഹോളി ഫാമിലി സ്കൂള് ഈ ഒരു വർഷം ഒത്തിരിയേറെ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വശത്തുള്ള പേവിംഗ് ടൈല്, അതുപോലെ തന്നെ ബൗണ്ടറി വാള് പണിയുന്നത്, നമ്മുടെ സ്കൂള് റീപെയിൻറ്റിങ് നടത്തുവാൻ, നമ്മുടെ നാഷണൽ ഫ്ലാഗുകൾ മുഴുവൻ ഓരോ രാജ്യത്തിൻ്റെയും അതെല്ലാം റീപെയിൻറ്റ് ചെയ്യുവാനും, ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ശരിയാക്കാനും, പുതിയ ഒരു വാട്ടർ സോഴ്സ് നമുക്ക് ലഭിക്കുവാനായിട്ടും ഇടയായത് ഈ വർഷമാണ്. പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ ഏവരെയും ഓർക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ PTA പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഈ കുന്നിന് മുകളിൽ വെള്ളത്തിന് ഇന്ന് ധാരാളം വെള്ളമുണ്ട്, ഇപ്പം മഴ പെയ്തതുകൊണ്ട്, പക്ഷേ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടം. അപ്പോൾ അദ്ദേഹം തൻ്റെ കിണറ്റിൽ നിന്നും മോട്ടോർ വെച്ച് വെള്ളം എടുക്കുവാനുള്ള അനുവാദം തരികയും അത് നമുക്ക്
ക്രമീകരിച്ച് ഈ ദിവസങ്ങളിൽ അത് സാധ്യമാകുകയും ചെയ്തു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. PTA പ്രസിഡന്റ് ശ്രീ പ്രഭാതിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടുത്തെ വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്നത് വെട്ടുവേലിൽ സോബിച്ചനാണ്. സോബിച്ചനെ ഇപ്പോഴും അതുണ്ട്, അതോടൊപ്പമാണ് ഈ ഒരു സോഴ്സ് കൂടി നമ്മൾ കണ്ടെത്തിയത്. സോബിച്ചനെയും കുടുംബത്തെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സ്കൂളിൻ്റെ പേട്രൺ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവ് 1964 മാർച്ച് 3 ജനിച്ചു. മാർച്ച് 19 നാമഹേതുക തിരുനാൾ ദിനം ആചരിച്ചു. ഇന്ന് മാർച്ച് 28 നമ്മുടെ ആനുവൽ ഡേയിലും പങ്കെടുക്കുന്നു. അപ്പം മാർച്ച് മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമായി. അഭിമന്യ പിതാവ് 1991 വൈദികനായി, 2016 സഹായമെത്രാനായി, 2020 കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനായി. അഭിമന്യ പിതാവിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാർഷിക പ്രശ്നങ്ങളിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിലും ലഹരിക്കെതിരെയും ഒക്കെ ശക്തമായ വാക്കുകളിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുകയും സമൂഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവ്. ഹോളി ഫാമിലി സ്കൂളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് പിതാവിൻ്റെ ഒരു വലിയ കരുതൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കിവിടെ പറയാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഈ സ്കൂൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ കൈപിടിച്ച് നടത്തുവാനായിട്ട് അമൽ ജ്യോതി കോളേജിൻ്റെ സഹായത്തോടെ ഇതിൻ്റെ കടങ്ങൾ എല്ലാ മാസവും അടയ്ക്കുവാനായിട്ടുള്ളൊരു ക്രമീകരണം പിതാവ് ചെയ്തത് ഇന്ന് ഈ സ്കൂൾ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണമാണ്. ഇവിടുത്തെ അധ്യാപകരും കുട്ടികളും എന്നും അഭിമന്യ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. അഭിമന്യ പിതാവിൻ്റെ ഈ കരുതലിനും പരിഗണനയ്ക്കും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. ബോബി അലക്സ് മണ്ണമ്പ്ലാക്കലച്ചന് നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറൽ, ഈ സ്കൂളിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. അമൽ ജ്യോതി കോളേജ്, മെരിയൻ കോളേജ്, സിറ്റാഡൽ സ്കൂള്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്കൂളുകൾ, ഇവയുടെ എല്ലാം ഇൻചാർജ് ബഹുമാനപ്പെട്ട ബോബി അച്ഛനാണ്. ഈ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അവിടുത്തെ അപ്പോയിൻമെൻറ്റും അതുപോലെ തന്നെ അഡ്മിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ്റെ ശ്രദ്ധയും പ്രത്യേകമായിട്ടുള്ള കഴിവും അതിനകത്ത് ഉണ്ട്. അത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് എപ്പോഴും ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. അതിനിടയിലും തിരക്കിനിടയിൽ സമയം കണ്ടെത്തി ഹോളി ഫാമിലി സ്കൂളിനെ വളർത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട ബോബി അലക്സ് അച്ഛൻ കാണിക്കുന്ന വലിയ സന്മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് ബഹുമാനപ്പെട്ട ബോബി അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും എനിക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ അക്കാഡമിക് വളർച്ചയിൽ ടീച്ചേഴ്സിനെ, സ്റ്റുഡൻസിനെ, പേരൻസിനെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറെ അധ്വാനിക്കുന്നവരാണ്. ഏറെ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. കാരണം ഞാൻ പലപ്പോഴും മാനേജർ എന്ന നിലയിൽ എനിക്ക് ചിലപ്പോഴൊക്കെ വരാൻ പറ്റാത്തപ്പോഴൊക്കെ എൻ്റെ ജോലികൾ കൂടി അവർ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഡെന്നോച്ചൻ വളരെ കാര്യമായിട്ട് ഇവിടുത്തെ അക്കാഡമിക് ലെവൽ മാത്രമല്ല ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അച്ഛനുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും അച്ഛന് അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട ഡെന്നോ മരങ്ങാട്ടച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ബിനു അച്ഛൻ്റെ മുഖത്ത് ഒരു കുഞ്ഞു കൊച്ചിൻ്റെ നൈർമല്യം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് ദർശിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ വളരെ കൃത്യതയോടും ഉറച്ച നിലപാടുകളോടും വ്യക്തതയോടും കൂടി ഹോളി ഫാമിലി സ്കൂളിനെ പ്രിൻസിപ്പലിനോട് ചേർന്ന് തൻ്റെ പഠനത്തിൻ്റെ തിരക്കിലും അദ്ദേഹം ശക്തമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ ബിനുവച്ച സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ടാതിഥിയായിട്ടുള്ളത് നമ്മൾ ചിലർക്കൊക്കെ പരിചയം അല്ലെങ്കിൽ ഇടവക്കാർക്ക് അറിയാവുന്ന നമ്മുടെ ബിനോയ് പുത്തമ്പറമ്പിലച്ഛനാണ്. ഇളങ്ങോയി പള്ളിയുടെ വികാരി ഇന്ന് ഇവിടെ സന്നിഹിതനാണ്. അച്ഛൻ ചാർജ് എടുത്തിട്ട് അധികം ദിവസങ്ങളായില്ല. ഞാൻ മനസ്സിലാക്കുന്നതോളം പ്രശ്നകലുഷിതമായ ഒരു രൂപതയിലെ ഒരു ഇടവകയെ വളരെ ശാന്തമായിട്ട് 5-6 വർഷം കൊണ്ട് ശാന്തതയിലെ സ്വസ്ഥതയിലെ ഇതിനെ നയിച്ച് ഇന്ന് ഇളങ്ങോയി പള്ളിയുടെ വികാരിയായി ചാർജ് എടുത്ത് ഇവിടെ നമ്മളോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ. ഞങ്ങൾ ഒരു ബാച്ചുകാരാണ്, ഒരുമിച്ച് സെമിനാരി ചേർന്നതാണ്. ഏറെ സ്നേഹത്തോടെ ബിനോയ് പുത്തമ്പറമ്പിലച്ഛ സ്വാഗതം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യം, ഒരു മീറ്റിങ്ങും കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹം പോയി. അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് അവരുടെ പ്രതിനിധിയായി ഇവിടെ ആയിരിക്കുന്ന PTA പ്രസിഡന്റ് പ്രഭാത് തോമസിനെ ഞാൻ ഏറെ സ്നേഹപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. രഞ്ജിനി ജോസിറ്റ് നമ്മുടെ സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡൻ്റാണ്, അതുപോലെ ബ്ലോക്ക് മെമ്പർ കൂടിയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആത്മാർത്ഥതയോടെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഏറെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന രഞ്ജിനി ജോസഫിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും.
ബിജി ടീച്ചർ സ്റ്റേജിലുണ്ട്. സ്റ്റാഫ് സെക്രട്ടറിയാണ്. ആരംഭകാലം മുതൽ ഈ സ്കൂളിലുള്ള വ്യക്തിയാണ്. ഈ ഹോളി ഫാമിലി സ്കൂളിൻ്റെ ഏറ്റവും അടുത്ത അയൽവക്കം കൂടിയാണ് ബിജി ടീച്ചർ. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, അവരുടെ ഒരു അധ്വാനവും കൂട്ടായ്മയാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ സ്കൂളിനെ മുമ്പോട്ട് നയിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് നല്ല റാങ്ക് നേടുവാനായിട്ട് നമുക്ക് സാധിച്ചു. കുട്ടികളുടെ മനസ്സറിഞ്ഞ് കൂടെ ഇരിക്കുന്ന, അവരെ കൂടെ വളർത്തുന്ന എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് സ്റ്റേജിൽ അവരുടെ പ്രതിനിധിയായിരിക്കുന്ന ബിജി ടീച്ചറിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുക. കുട്ടികളുടെ പ്രതിനിധിയായിട്ട് ഇവിടെ ആയിരിക്കുന്ന കാർത്തിക് ജയേഷും ആർദ്ര ലതീഷുമുണ്ട്. ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കുകളെയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെ വിവിധ പരിപാടികൾ, അവരിങ്ങനെ മഴയൊക്കെ കണ്ട് പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും കുട്ടികൾ വിവിധ പരിപാടികൾക്ക് റെഡിയായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സുന്ദരന്മാരും സുന്ദരിമാരുമായ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് അവരുടെ പ്രതിനിധിയായ കാർത്തിക് ജയേഷിനെയും ആർദ്ര ലതീഷിനെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ ഹോളി ഫാമിലി സ്കൂളിനെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമായ കാര്യം. നിങ്ങളുടെ സഹകരണം, ഓരോ കാര്യങ്ങളും പറയുമ്പോൾ കഴിഞ്ഞ നാടുകളിൽ വ്യത്യസ്തമായിട്ട് ഈ കഴിഞ്ഞൊരു വർഷം നൽകിയ വലിയ സഹകരണത്തെ, സ്നേഹത്തെ, നിങ്ങളുടെ ആ ഒരു പരിഗണനയെ, ഞങ്ങളോടുള്ള ആ സ്നേഹത്തിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മാതാപിതാക്കളെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇളങ്ങോയി മഠത്തിലെ സിസ്റ്റേഴ്സുണ്ട്, ചേനപ്പാടി മഠത്തിലെ സിസ്റ്റേഴ്സുണ്ട്. ഏറെ സ്നേഹത്തോടെ ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഇടവകയുടെ കൈക്കാരന്മാർ, അതുപോലെ തന്നെ ഇളങ്ങോയി ഇടവകയിലെ ബിജുമോൻ കല്ലൂരും, അതുപോലെ തന്നെ ജോൺസി ചെങ്ങലിക്കുഴി, മറ്റ് ചേനപ്പാടിയിൽ നിന്ന് വന്നിരിക്കുന്ന ടോംസ് കാട്ടൂർ, അതുപോലെ ഇളങ്ങോയി ഇടവകയിലെ ഇടവകക്കാരായ പ്രത്യേകിച്ച് AKCC പ്രതിനിധികൾ ഒക്കെ ഇവിടെയുണ്ട്. വളരെ സന്തോഷത്തോടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് AKCCയുടെ ഒരു തട്ടുകട തൊട്ടപ്പുറത്ത് പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഇടവകക്കാരെയും നാനാജാതി മതസ്ഥരായ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് എല്ലാവരെയും, ഒത്തിരി പേരുണ്ട്. ലൈറ്റ്, സൗണ്ട്, പന്തൽ, LED ബോള്, അങ്ങനെ വിവിധങ്ങളായ വോളണ്ടിയേഴ്സ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു സയൻസ് സന്ധ്യ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.